നിനക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല. ഒരനർത്ഥങ്ങളും സംഭവിക്കാതെ അത്ഭുതമായിട്ട് നിന്നെ ഉള്ളം കയ്യിൽ താങ്ങുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. അവൻ തൻ്റെ ആത്മാവിനെ അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. പിതാവേ, സ്വർഗം തുറക്കണമേ, അന്ധകാര ശക്തിയുടെ ആധിപത്യങ്ങളിൽ നിന്ന്, തിന്മയുടെ അരൂപികളിൽ നിന്ന് ഞങ്ങളെ എപ്പോഴും സംരക്ഷിക്കണമേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ലോകം സാത്താൻ്റെ ശക്തി വലയത്തിൻ്റെ ഉള്ളിലാണ്. പിശാചും അവൻ്റെ കിങ്കരന്മാരും ഈ ലോകത്തിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു, മനുഷ്യരാശിയെ എല്ലാവിധത്തിലും നശിപ്പിക്കുവാൻ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വചനം, അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ചിട്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാൻ, എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാൻ അധികാരം നൽകി. ഹല്ലേലൂയ. അപ്പോൾ യേശു അപ്പസ്തോലന്മാർക്ക് അധികാരം കൊടുത്തു. രോഗത്തിൻ്റെ മേൽ, വ്യാധിയുടെ മേൽ, പിശാചുക്കളുടെ മേൽ, അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു അപ്പസ്തോലന്മാർക്ക്. മർക്കോസ് 16-17, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളമുണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുറത്താക്കും. സാത്താനെ ബഹിഷ്കരിക്കും, പുറത്താക്കുമെന്നാണ് ദൈവവചനം പറയുന്നത്. അത് വിശ്വസിക്കുന്നവരോടുകൂടി ഇതൊരു അടയാളമായിട്ട് ഉണ്ടാകുകയും ചെയ്യും. അവൾ അപ്പസ്തോലന്മാർക്ക് അധികാരം കൊടുത്തു. യേശു അനേകരിൽ നിന്ന് പിശാചുക്കളെ പുറത്താക്കി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം, ഈ ലോകത്തിൽ പിശാച് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സാത്താൻ അവൻ ചതിയനാണ്, കള്ളനാണ്, നുണയനാണ്, നുണയുടെ പിതാവാണ്, അഹങ്കാരിയാണ്. അനേക വ്യക്തികളെ, കുടുംബങ്ങളെ, ദേശങ്ങളെ, രാജ്യങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്നതിന് പിന്നിൽ ഈ പൈശാചിക അരൂപികളുടെ ശക്തമായ പ്രവർത്തനം ഉണ്ട്. ഹല്ലേലൂയ. ഈയിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു സഹോദരി, അവർക്ക് ആത്മഹത്യ ചെയ്യണമെന്ന ചിന്തയാണ്. അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു, ഭർത്താവിൻ്റെ അപ്പൻ ആത്മഹത്യ ചെയ്തു, അവരുടെ കുടുംബത്തിൽ മൊത്തം 5 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീക്കും ഒരു ചിന്ത ഇതാണ്, ജീവിക്കേണ്ട, ആത്മഹത്യ ചെയ്യണം. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവളിൽ പ്രവർത്തിക്കുന്ന, അവളെ മരണത്തിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുന്ന ആ മരണത്തിൻ്റെ ആത്മാവ്, മരണത്തിൻ്റെ ദൂതൻ, ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ആ ദുഷ്ടപിശാചിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ചൂണ്ടിക്കുമ്പോൾ അവൾ അഭിഷേകത്തിൽ നിലത്ത് വീണു. കുറച്ച് സമയം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു. അവളിൽ നിന്ന് എന്തോ വിട്ടുപോയി എന്ന് അവൾ പറയുന്നു. അവിടെ ശരീരത്തു നിന്ന് എന്തോ വിട്ടുപോയി, തലയിൽ നിന്ന് എന്തോ തെറിച്ചു വന്ന അനുഭവം ഉണ്ടായി. അതോടെ അവൾക്ക് ആ ചിന്ത പോയി. ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്ത അവളിൽ നിന്ന് വിട്ടുമാറി. ആ പൈശാചിക ദുരാത്മാവ് അവളെ വിട്ടുപോയി. ഈ കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നോട് പറയുകയാണ്, 72 വയസ്സുള്ള ഒരു അപ്പച്ചൻ, മക്കളൊക്കെ വിദേശത്താണ്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, ഭാര്യ സന്തോഷമായിട്ട് പോന്നു, ഭാര്യയും ഭർത്താവ് മാത്രമേ വീട്ടിലുള്ളൂ. ഒരു ദിവസം രാവിലെ ഈ 72 വയസ്സുള്ള അപ്പച്ചൻ മിക്കവാറും ദിവസം പള്ളിയിൽ പോവും. രാവിലെ പോയി കുമ്പസാരിച്ച് കുർബാനയെ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ചിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഭാര്യ പറഞ്ഞ് കാപ്പി കുടിക്കാം, എന്നെ പറഞ്ഞ് കുറച്ച് സമയം കഴിയട്ടെന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി. കുറേ സമയം കഴിഞ്ഞ് കാണാതെ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, വായിൽ നിന്ന് രക്തമൊക്കെ വന്ന് കിടക്കുകയാണ്. ആൾക്കാരെ വിളിച്ചുകൂട്ടി ആശുപത്രിയിൽ എത്തിച്ചു. ഫുരുഡാൻ കഴിച്ച് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുക. വിഷം. 72 വയസ്സ് പ്രായം.
സമ്പത്തിന് കുറവില്ല, മക്കൾ വിദേശത്ത്, എല്ലാമുണ്ട്. പക്ഷേ എവിടെയോ തുടങ്ങിയ നിരാശ അല്ല വിഷമം, ഒരു സാത്താൻ്റെ സ്വാധീനം കടന്നു വന്ന മനസ്സിൻ്റെ മേൽ സാത്താൻ്റെ സ്വാധീനം കടന്നു വന്നു. അങ്ങനെ ജീവിതം മരണത്തിൽ അവസാനിപ്പിക്കുക. അങ്ങനെ അനേക വ്യക്തികൾ ഇതുപോലെ മരണത്തിലേക്ക് കടന്നു പോകുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സാത്താന്യ ശക്തി ഉണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 414 ഇപ്രകാരം പറയുന്നു: സാത്താൻ അഥവാ പിശാച്, മറ്റു ദുർഭൂതങ്ങൾ എന്നിവർ പാപം മൂലം അധപ്പതിച്ച ദൈവദൂതന്മാരാണ്. ദൈവത്തെയും അവിടുത്തെ പദ്ധതിയെയും ധിക്കരിക്കുവാൻ അവർ സ്വതന്ത്രരായി തീരുമാനിച്ചു. ദൈവത്തിൻ്റെ പദ്ധതികളെ ധിക്കരിക്കുവാൻ അവർ തീരുമാനിച്ചു. പിശാച്, മറ്റു ദുർഭൂതങ്ങൾ പാപം മൂലം അധപ്പതിച്ച ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ദൈവത്തിനെതിരെയുള്ള അവരുടെ തീരുമാനം അന്തിമമാണ്. ദൈവത്തിനെതിരായുള്ള തങ്ങളുടെ സമരത്തിൽ മനുഷ്യനെ ഉൾപ്പെടുത്താൻ പിശാചുക്കൾ പരിശ്രമിക്കുകയാണ്. അവർ ദൈവത്തിനെതിരെ പിശാച് പ്രവർത്തിക്കുക. ആ സമരത്തിൽ മനുഷ്യനെ ഉൾപ്പെടുത്തുവാൻ പിശാചുക്കൾ നിരന്തരം പല വിധത്തിൽ പരിശ്രമിക്കുന്നു. സാത്താൻ ചതിയനാണ്, നുണയനാണ്, നുണയുടെ പിതാവാണ്, ദുരാത്മാവാണ്. മനുഷ്യൻ്റെ നിത്യനാശമാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. സാത്താൻ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വാസ സമൂഹം തിരിച്ചറിയാം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 8-ാം വചനം: സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. ദാനമായിട്ട് എന്ത് കിട്ടി? അധികാരം കിട്ടി പിശാചുക്കളുടെ മേൽ. ദാനമായിട്ട് കിട്ടിയാണ്, ദൈവം കൊടുത്ത അധികാരമാണ്. നിങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കണം. രോഗശാന്തിവരം ദാനമായിട്ട് കിട്ടിയിരിക്കുക. രോഗികളെ സുഖപ്പെടുത്തണം. മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള വരം കർത്താവ് കൊടുക്കുക അപ്പോസ്തലന്മാർക്ക്. മരിച്ചവരെ ഉയർപ്പിക്കണം. കുഷ്ഠരോഗികൾ, അവരെ കണ്ടാൽ അവരെ സൗഖ്യമാക്കണം. പിശാചുക്കളെ ബഹിഷ്കരിക്കണം. അപ്പോൾ ഈ ഗിഫ്റ്റുകളെല്ലാം ദൈവം ദാനമായിട്ട് അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറയുകയാണ്, നിങ്ങൾക്ക് ദാനമായി കിട്ടി, ദാനമായിട്ട് ഇത് നിങ്ങൾ കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതിന് ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കണം. ഈ കൃപാവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യണം. രോഗികളെ സൗഖ്യമാക്കണം, പിശാചുക്കളെ പുറത്താക്കണം. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ശക്തമായിട്ട് നിങ്ങൾ ചെയ്യണം എന്നാണ് യേശു പറയുന്നത്. ദാനമായിട്ട് കിട്ടിയ കൃപാവരങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി അത് ശക്തമായിട്ട് ഉപയോഗിക്കണം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ കഫർനാമിലെത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. സിനഗോഗിൽ പഠിപ്പിച്ച് യേശു പഠിപ്പിക്കുകയാണ് അവരെ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, സ്വർഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. അവർ അത്ഭുതപ്പെട്ടു പോയി. അത്രമാത്രം ജ്ഞാനത്തിൻ്റെ പ്രസംഗം, അധികാരത്തോടെയുള്ള പ്രസംഗം, വിസ്മയാവഹമായ ദൈവിക രഹസ്യങ്ങൾ യേശു ആ സിനഗോഗിൽ പ്രസംഗിക്കുകയാണ് ജനത്തോട്. ആ ജനം ഇതുപോലെ പ്രസംഗം കേട്ടിട്ടില്ല. അവരൊക്കെ ഇങ്ങനെ വിസ്മയിച്ച് ഇരിക്കുകയാണ്. അവൻ്റെ പ്രബോധനത്തിൽ വിസ്മയിച്ചു. നിയമജ്ഞർ പറയുന്നത് പോലെ അല്ല, യേശു അധികാരത്തോടെയാണ് അവർക്ക് പ്രബോധനം കൊടുത്തത്, അവരെ പഠിപ്പിച്ചത്. യേശു അധികാരത്തോടെ അങ്ങനെ വചനങ്ങൾ കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ ആ സിനഗോഗിൽ ഇരുന്ന ഒരു വ്യക്തി, അശുദ്ധാത്മാവ് ബാധിച്ചൊരു വ്യക്തി അലറി കരയുവാൻ തുടങ്ങി, നിലവിളിക്കുവാൻ തുടങ്ങി. നസറായനായ യേശുവേ, നീ എന്തിന്
ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു. ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അവിടെ യേശു അധികാരത്തോടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിശാച് ബാധിതൻ അലറി വിളിക്കുകയാണ്, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ഞങ്ങളെ നശിപ്പിക്കാനാണ് വന്ന്, ഞങ്ങളെ പീഡിപ്പിക്കാനാണ് വന്ന്. 1 യോഹന്നാൻ 3:8 പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവപുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ്. ചതിയനായ പിശാചിനെ തകർക്കാനാ, തോൽപ്പിക്കാനാ യേശു ഈ ഭൂമുഖത്തേക്ക് വന്നത്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ